നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 1 വിജയി സാബു മോനെയും അതേ സീസണിലെ മത്സരാർത്ഥിയുമായിരുന്ന നടി ശ്വേത മേനോനെയുമാണ് ചലഞ്ചേഴ്സ് ആയി ബിഗ് ബോസ് കൊണ്ടുവന്നത്. ക്ലാസിക് ടാസ്കായ ഹോട്ടൽ ടാസ്കിലെ അതിഥികളായാണ് ബിഗ് ബോസ് ഇരുവരെയും ഹൗസിലേക്ക് കടത്തിവിട്ടത്. സീസണിലെ മത്സരാർത്ഥികളെ കുറിച്ച് കൃത്യമായ അഭിപ്രായവുമായി വന്ന ഇരുവരും ഷോയിൽ ഒരു പുതിയ ഊർജവും നിറച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ രണ്ട് ശ്രദ്ധേയ മത്സരാർത്ഥികളെ കുറിച്ച് സാബുമോൻ ശ്വേതയോട് പറഞ്ഞ നിരീക്ഷണം ശ്രദ്ധ നേടുകയാണ്. ജിൻഡോയെയും ജാസ്മിനെയും കുറിച്ചാണ് സാബുമോൻ പറയുന്നത്. ഇരുവരും മികച്ച മത്സരാർത്ഥികളാണെന്നും ഇവർ സുഹൃത്തുക്കളായാൽ മറ്റു മത്സരാർത്ഥികളൊന്നും ചിത്രത്തിൽ ഉണ്ടാകില്ലെന്നും സാബു പറയുന്നു. ജിൻഡോയും ജാസ്മിനും കൂട്ടുകാർ ആവാതിരിക്കാൻ നിങ്ങൾ പ്രയത്നിക്കുക. കാരണം അവർ രണ്ടുപേരും കൂടി ചേർന്നാൽ പിന്നെ നിങ്ങൾ ആരും ഇതിനകത്ത് കാണില്ല. അജ്ജാതി രസമാണ്, എജ്ജാതി ചൊറിയലാണെന്ന് അറിയാമോ? ജാസ്മിനൊക്കെ നമ്മൾ ചിരിച്ച് വടിയായി പോവും ആ കൊച്ചു കാണിക്കുന്നത് കണ്ടാൽ. ജിൻഡോയും കൊള്ളാം, ജാസ്മിനും കൊള്ളാം. സാബുവിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു? ഹോട്ടൽ ടാസ്കിനിടെ പവർ ടീം നിരാശപ്പെടുത്തിയതിനെ കുറിച്ചും സാബു ശ്വേതയോട് പറഞ്ഞു. ഈ പവർ ടീമിലെ ഒറ്റയൊരെണ്ണം അനങ്ങുന്നില്ലെന്നേ, ഞാൻ എന്തെല്ലാം പറഞ്ഞു നോക്കി. സാബു നിരാശ വ്യക്തമാക്കി. അതേസമയം ഹോട്ടൽ ടാസ്കിൽ നിന്ന് ലഭിക്കുന്ന പോയിന്റുകൾ മത്സരാർത്ഥികളെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണ്. അതിഥിയായെത്തിയ ശ്വേതയുടെ പക്കലുള്ള രത്നം കൈക്കലാക്കുന്ന മത്സരാർത്ഥി 10ാം വാരത്തിൽ നോമിനേഷനിൽ നിന്ന് ഫ്രീ ആവുകയും ചെയ്യും. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.